തിരുവനന്തപുരത്ത് നിന്ന് നിർവൻ ചക്രവർത്തി ഒരിക്കൽ കൂടി ചേരുകയാണ്. സംസ്ഥാനത്ത് മൊത്തത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ ഏത് രീതിയിലാണ് എന്ന് നമുക്ക് നിർബനോട് ചോദിക്കാം. നിർബൻ, ഏത് രീതിയിലാണ്, ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ അലേർട്ട് നിലനിൽക്കുന്നു, സംസ്ഥാനത്ത് മൊത്തമുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? വിനിഷ, നമ്മുടെ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ, സന്തോഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് വടക്കൻ ജില്ലകളുടെ മുന്നറിയിപ്പാണുള്ളത്. അത് മലയോര മേഖലകളിൽ അതിശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശക്തമായ കാറ്റും ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് റെഡ് അലർട്ട് ഇല്ല. പക്ഷേ കണ്ണൂരും കാസർഗോഡും ഉള്ളത് ഓറഞ്ച് അലർട്ടാണ്. കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് ഉണ്ടായിരുന്ന വയനാടും കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലവർഷം എത്താൻ സമയമായി എന്നതാണ്. നമുക്ക് ശക്തമായ മഴയുണ്ടാകുമ്പോൾ കാലവർഷം എത്തുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മളൊന്ന് ആശങ്കയോടെ കാത്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കാലവർഷ കെടുതി ഏതളവിൽ ഒരു ശക്തമായ മഴ ഒരേ പീരീഡിൽ ഒരേ നിശ്ചിത സമയത്തിനുള്ളിൽ ഉണ്ടാകുന്നൊരവസ്ഥയാണ് മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ മഴ അലർട്ടിനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രളയകാലത്തിന് ശേഷം ഇത്ര സൂക്ഷ്മതയോടെ നോക്കാനുള്ള കാരണം കാലവർഷം 27-ന് എത്തുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രവചിക്കുന്നവർ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗവും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ പറയുന്നത് നേരത്തെ എത്താനുള്ള 2-3 ദിവസം നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, കർണാടക തീരത്ത് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി ശക്തമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെങ്കിൽ വടക്കൻ ജില്ലകളിൽ നിന്ന് ശക്തമായ മഴയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസവും ഒപ്പം ഉണ്ടാകുന്ന കാറ്റും കാരണം തീരപ്രദേശത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലും ലക്ഷദ്വീപും തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പമാണ് ഈ മലയോര മേഖലകളിൽ ഉള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലോ മരങ്ങൾ കടപുഴകി വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ അലർട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പുതിയ അലർട്ടായി നമുക്ക് ഏറ്റവും അവസാനത്തെ അലർട്ടായി പറയാൻ പറ്റുന്നത് കണ്ണൂരിനും കാസർഗോഡിനും ഉള്ള ഓറഞ്ച് അലർട്ടാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന റെഡ് അലർട്ട് 2 ജില്ലകൾക്ക് മാറിയിട്ടുണ്ട്. ഇനി പുതിയ കാലാവസ്ഥ അപ്ഡേഷൻസ് 10 മണിയോടുകൂടി വരും. പക്ഷേ വിനിഷയ്ക്ക് അറിയാവുന്നതാണ്, മിനിഞ്ഞാന്നൊക്കെ തലസ്ഥാന ജില്ലയിൽ, അതായത് തെക്കൻ ജില്ലകളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. തിരുവനന്തപുരത്ത് രാത്രി പാതിരാവരെ നിൽക്കുന്ന ശക്തമായ മഴ, നഗരത്തിലടക്കം വെള്ളക്കെട്ട് ഉണ്ടാവുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം വാർന്നു പോയി. തുടർന്ന് മഴ പെയ്തില്ല. രാത്രി മുഴുവൻ നിലനിൽക്കുന്ന മഴ ഉണ്ടായിരുന്നില്ല. മലയോര മേഖലകളിലും ഇത് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ തലസ്ഥാന ജില്ല ഇപ്പോൾ നമുക്കറിയാം, ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ കൈരളി ആസ്ഥാന മന്ദിരത്തിൻ്റെ പുറത്താണ്. നല്ല കാലാവസ്ഥയാണ്, വലിയ തെളിഞ്ഞ കാലാവസ്ഥ അല്ല എങ്കിലും മഴയ്ക്ക് സാധ്യത ഇപ്പോൾ രാവിലെ പുലർച്ചെയുള്ള മഴയില്ല. മറ്റ് ജില്ലകളുടെയും തെക്കൻ ജില്ലകളുടെ അവസ്ഥ ഇതാണ്. കണ്ണൂരിൽ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരും കാസർഗോഡുമാണ് വടക്കൻ ജില്ലകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നാണ് സന്തോഷ് പറഞ്ഞത് ഇപ്പോൾ കാലാവസ്ഥ അധികം ആശങ്കാജനകമായ കാലാവസ്ഥയല്ല, മഴ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നതാണ്. അതുകൊണ്ട് കാലാവസ്ഥാ പ്രവചനങ്ങളെ, കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ വളരെ ശ്രദ്ധയോടെ നോക്കുക. ഒന്ന്, മലയോര മേഖലകളിലും തീരപ്രദേശത്തും ജാഗ്രത പാലിക്കുക എന്ന നിർദ്ദേശം തന്നെയാണ് വന്നിട്ടുള്ളത്. വിനീഷ. ശരി, നിർബൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക, ജാഗ്രത പാലിക്കുക എന്നുള്ളത് തന്നെയാണ്